ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ അവനെന്റെ രക്ഷകൻ അവനെനിക്കുള്ളോൻ ബലമുള്ള ഗോപുരം അവത്തിൽ സങ്കേതം അവനെന്റെ അവനെനിക്കുള്ളോൻ ബലമുള്ള ഗോപുരം അവത്തിൽ സങ്കേതം അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും അവന്റെ ചാരയോടിയണഞ്ഞവൻ ആശ്വാസമനുദിനവും സ്തുതിഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി അകൃത്യങ്ങൾ അകറ്റിയ അശുദ്ധിയെ നീക്കി ആനന്ദ സന്തോഷമെന്നകമേ തന്നരുളി ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു ആദിയുഗ തേജസ്സിനഭിഷേകത്താലൻ ജയത്തോടെ നടത്തിയിടുന്നു സ്തുതിഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു അനവധി നന്മകൾ അളവന് തരുന്നു അനുദിന ഭാരങ്ങൾ അവൻ ചുമന്നിടുന്നു അനവധി നന്മകൾ അളവന് തരുന്നു അവനുപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനല്ലോ അവനുപനിധി അവസാനത്തോളം ശക്തനല്ലോ സ്തുതിഗീതം പാടി പുകട്ടിടുന്നേ മനുവേലനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരന മണവാളനെ
വഴിയതിദൂരം ബഹുവിധ തടസ്സം, എതിരികൾ വളരെ സഖികളിലധികം. വഴിയതിദൂരം ബഹുവിധ തടസ്സം, പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്ന ഭയം. പരിഭ്രമിക്കുന്നില്ല മന്നവൻ യേശു എന്ന ഭയം. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. മരണത്തെ ജയിച്ചവൻ ഉയരത്തിലുണ്ട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമൊന്നുണ്ട്. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. ആ വീട്ടിലെന്നെ ചേർത്തിടുവാൻ മണവാളൻ വന്നിടുമേ. സ്തുതിഗീതം പാടി പുകഴ്ത്തിടുന്നേ മനുവേലനെ, ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. ദൂതസ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അല്പനേരത്തെ ചിന്തിക്കായിട്ട് കൊരിന്ത്യർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് ചിന്തിക്കാം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അപ്പോസ്തലൻ പറയുന്ന ഒരു വളരെ മനോഹരമായൊരു കാര്യമാണ്, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. ഈ ഭൂമി വിട്ടു പോയാലും ഞങ്ങൾക്ക് ദൈവം തരുന്ന ഒരേ ഒരു ജോലി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആരാധന കഴിക്കണം എന്നുള്ളതാണ്. അപ്പോസ്തലന് നല്ല ജ്ഞാനിയാണ്, അറിവുള്ള ആളാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ന്യായപ്രമാണം മുഴുവൻ പഠിച്ചതാണ്, ദൈവത്തിന് വേണ്ടി വേല ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു നല്ല യൗവനക്കാരനായിരുന്നു. ആ അപ്പോസ്തലൻ ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവനായി ജീവിക്കണമെന്ന് ധരിച്ചുകൊണ്ട് അപ്പോസ്തലൻ സഭയോട് ചേർന്ന് എന്ന് സഭയുടെ അധികാരത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി ഈ സത്യ ദൈവത്തെ തിരിച്ചറിയാതെ പോകുന്ന അപ്പോസ്തലനെ ശരിയായ പാതയിലൂടെ നടത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹവും ദൈവം അതിനുവേണ്ടി പ്രവർത്തിച്ച് നമുക്കറിയാം. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് ദൈവം അപ്പോസ്തലനെ കണ്ടുമുട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയൊരു മാറ്റമാണ് അപ്പോസ്തലൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പഴയ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി ഒരു പുതിയ കാഴ്ചപ്പാട് ദൈവം അപ്പോസ്തലന് കൊടുത്തു. ആ കാഴ്ചപ്പാടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ജ്ഞാനമുണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും വിദ്യാഭ്യാസമുണ്ടെങ്കിലും ദൈവവേലയിൽ ശുഷ്കാന്തി ഉണ്ടെങ്കിലും സഭയോട് ഞാൻ ചേർന്ന് നിൽക്കുന്നവനാണെങ്കിലും എനിക്ക് ദൈവം പുതിയൊരു കാഴ്ചപ്പാട് തന്നു. ഈ ഭൂമിയിൽ വിലയുള്ള ഒരേ ഒരു കാര്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ഒരു മനുഷ്യൻ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്ന് അനേകർ ചോദിക്കുന്നത്. അനേകർ അതിനുവേണ്ടി കണ്ടിരിക്കുന്ന മാർഗം ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. മനുഷ്യനെ ദൈവത്തിൻ്റെ വേല ചെയ്യുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക, അത് തികച്ചും തെറ്റായൊരു കാഴ്ചപ്പാടാണ്. ആദിമ മാതാപിതാക്കന്മാരുടെ മക്കളായിരിക്കുന്ന ഹാബേലും കായേനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചവരാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കായേനാണ് ആദ്യം യാഗമർപ്പിക്കുന്നത്. ഹാബേലും യാഗമർപ്പിച്ചു. രണ്ടുപേരുടെയും യാഗം മനുഷ്യബുദ്ധിയെ തോന്നിയാൽ തെറ്റൊന്നും തോന്നുമില്ല. എന്നാൽ ദൈവം പ്രസാദിച്ചത് ഹാബേലിൻ്റെ യാഗത്തിലാണ്. അത് ആ യാഗമർപ്പിച്ച വസ്തുവിൻ്റെ മേന്മ കൊണ്ടല്ല, അതിന് ദോഷം കൊണ്ടൊന്നുമല്ല.
യാഗമർപ്പിക്കുന്ന ആളുടെ ദൈവത്തോടുള്ള മനോഭാവം എന്താണെന്നുള്ളതിനെ ആശ്രയിച്ചാണ് ദൈവം ആ യാഗം അംഗീകരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യം ദൈവത്തോട് ഇണങ്ങുന്നൊരു ജീവിതം, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ജീവിതം, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്ന ഒരാളായിരിക്കണം. അവന് കഴിഞ്ഞ കാലങ്ങൾ എന്തെല്ലാം നന്മകൾ ഉണ്ടായിരുന്നെങ്കിലും, എന്തെല്ലാം കാര്യപരിപാടി അവനെക്കുറിച്ച് നല്ലതെന്ന് ലോകം പറഞ്ഞാലും, ദൈവം കാണുന്ന ഒരു കാര്യം, ദൈവത്തിൻ്റെ സന്നിധിയിലെ എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാണ്, ദൈവദേശം നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്, ദൈവമായിട്ട് ബന്ധമില്ലാത്തവരാണ്. അങ്ങനെ ദൈവമായിട്ട് ബന്ധമില്ലാത്തവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഏതെല്ലാം രീതിയിൽ ശ്രമിച്ചാലും ദൈവം അത് അംഗീകരിക്കത്തില്ല. ദൈവത്തിന് ദൈവത്തിൻ്റേതായൊരു വഴിയുണ്ട്. മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ പിശാചിൻ്റെ കസ്റ്റഡിയിലാവുന്നു. പിശാചു പറയുന്ന ആലോചന പ്രകാരം ജീവിക്കുന്നതാണ് മനുഷ്യൻ. അത് ആദിമകാലം തൊട്ടേ അങ്ങനെയാണ്. പിറന്നു വീഴുന്ന മനുഷ്യൻ തന്നെ അവനിലുള്ള പ്രവണത പാപം ചെയ്യുവാനാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാണ്, ദൈവകൽപ്പനകൾ അനുസരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അവന് ഏറ്റവും പ്രസാദകരമായ കാര്യം ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ, ധനസമാഹരണം, ഈ ലോകത്തിൽ മനുഷ്യരുടെ മാനം, ഈ ലോകത്തിൽ സുഖമായി ജീവിതം, ഇതൊക്കെയാണ് മനുഷ്യൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആകർഷണമായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ഇങ്ങനെയുള്ള ലോകത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് ദൈവം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറയുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. ഈ ലോക ജീവിതത്തിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ എല്ലാ ഉത്തരവാദിത്വമുള്ള ഒരു മനുഷ്യന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റും. പ്രിയരെ, എക്കാലത്തുമുള്ള ഒരു ചോദ്യമാണ്, ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ പറ്റും? അതിപരിശുദ്ധനായ ദൈവം, ആ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാൻ പറ്റും? വളരെ ലളിതമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കാര്യപരിപാടി നാം ചേരണം. വേദപുസ്തകത്തിൽ തന്നെ, യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് ഞങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യണമെന്നാണ് പരീശന്മാർ വന്ന് ചോദിച്ചത്. കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. ദൈവം ഒരാളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട്, അവനെ വിശ്വസിക്കുക. അത്ര ലളിതമായ കാര്യമാണ്. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അറിയാതെ തന്നെ ദൈവത്തിൻ്റെ പക്ഷത്തേക്ക് തിരിയാൻ നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറഞ്ഞിട്ട്, ദൈവത്തെയും അവനയച്ച പുത്രനെയും വിശ്വസിക്കുന്നത് തന്നെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. പ്രിയ സഹോദരങ്ങളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ നമുക്ക് വലിയ തെറ്റുകൾ വരും. ദൈവത്തിന് വിരുദ്ധമായി നമ്മൾ ജീവിക്കുന്ന പിശാചുമായിട്ട് നമ്മൾ സഖ്യത വിടാതെ ഒരിക്കലും നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഭൂമിയിലെ ജീവിതത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറയുന്നത് ദൈവമാണ് ആദ്യമേ മുൻകൈ എടുക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു വിളി മനുഷ്യൻ്റെ മേൽ വരുന്നു. എല്ലാവർക്കും അത് വരണമെന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും സുവിശേഷം കേൾക്കുവാനും സുവിശേഷപ്രകാരം ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഈ കാലത്ത് ദൈവം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ സുവിശേഷം അറിയാത്ത ആരും തന്നെ ഇല്ല. സുവിശേഷ വചനം കേൾക്കാത്തവരാരും തന്നെ ഇല്ല. സുവിശേഷം എന്തു പറയുന്നു? പിതാവായ ദൈവം അയച്ച പുത്രൻ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരെ രക്ഷിക്കാനാണ്. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യപരിപാടി നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. മനുഷ്യന് സ്വതമേ അവൻ ഒരിക്കലും ദൈവസന്നിധിയിൽ നല്ലതാകാൻ പറ്റുകയില്ല. അവൻ്റെ പ്രവൃത്തി എപ്പോഴും ദോഷമുള്ളതാണ്. അവൻ്റെ പ്രവൃത്തി എപ്പോഴും പാപത്തോട് ചായ്വുള്ളതാണ്. അങ്ങനെ പാപത്തോട് ചായ്വുള്ളവനും പിശാചിൻ്റെ ആലോചനയിൽ കഴിയുന്നതുമായ ഒരു മനുഷ്യനെ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ ഒരേ ഒരു ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് അത് സംഭവിച്ചത്? പ്രിയ സഹോദരങ്ങളെ, എല്ലാം ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ് ഒരു മനുഷ്യനെ പിശാചിൻ്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത് ദൈവത്തിൻ്റെതാക്കി തീർക്കുക. അങ്ങനെ ദൈവത്തിൻ്റെതാക്കി തീർക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനിൽ പ്രവർത്തിച്ചുകൊണ്ട് അവൻ്റെ ആളത്വം മാറ്റുന്നു, അവൻ്റെ പ്രകൃതം മാറ്റുന്നു, അവൻ്റെ സ്വഭാവം മാറ്റുന്നു. അവന് ദൈവത്തോട് സ്നേഹമുള്ളൊരു ഹൃദയം ലഭിക്കുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം അവനിലേക്ക് വരുന്നു. അങ്ങനെയുള്ള മനുഷ്യനാണ് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹം വരുന്നത്. ഈ ഭൂമിയിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആയുസ് മറ്റുള്ളവരെ പോലെ ജീവിച്ച് തീർക്കാനുള്ളതല്ല. ലോകത്തിന് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ജീവിച്ച് തീർക്കാനുള്ളതല്ല. ജീവനുള്ള ക്രിസ്തുവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജീവിതം,
ദൈവത്തിന് പ്രസാദയോഗ്യമായി ഈ ഭൂമിയിൽ ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് എങ്ങനെ സാധിക്കും? വളരെ ലളിതമാണ്. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. ന്യായപ്രമാണം തന്നിട്ടുണ്ട്, പക്ഷേ ന്യായപ്രമാണം അനുസരിക്കാൻ ആത്മാവില്ലാത്ത ഒരു മനുഷ്യൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ഈ വചനം അനുസരിക്കുന്ന ഒരു മനുഷ്യർക്കും സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളവർക്ക് വളരെ എളുപ്പമാണ് ഈ വചനം അനുസരിക്കാൻ പറ്റും. വചനം പറയുന്നു, തേനിലും തേൻകട്ടയിലും മധുരമാണ്. നിൻ്റെ വചനം അനുസരിക്കുന്നതന്നെ എൻ്റെ പ്രമോദമാണെന്ന് പ്രിയപ്പെട്ടവരെ ഈ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ദൈവത്തെ ഇഷ്ടമില്ലാതെ ജീവിക്കുന്ന അനേകരുടെ നടുവിൽ നിന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന മനുഷ്യനായി മാറുക എന്നുള്ള അത്ഭുതകരമായൊരു മാറ്റമാണ് ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അതിനാണ് ദൈവത്തിൻ്റെ വിളി ഒരു മനുഷ്യൻ്റെ മേൽ വരുന്നു. ലോകത്തിൻ്റെ പിന്നാലെ നടക്കുന്ന മനുഷ്യൻ, പാപത്തിൻ്റെ പിന്നാലെ നടക്കുന്ന മനുഷ്യൻ, ഈ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന മനുഷ്യൻ, ധനത്തിന് പിന്നാലെ പോകുന്ന മനുഷ്യൻ, ജഡീയ ഇമ്പങ്ങളുടെ പിന്നാലെ പോകുന്ന മനുഷ്യനെ അവനെ നേരെ കാഴ്ചപ്പാട് അവൻ്റെ തിരിക്കുന്നു. എങ്ങനെ? ദൈവത്തിൻ്റെ ഒരു വിളി അവൻ്റെ മേൽ വരുന്നു, ദൈവത്തിൻ്റെ ഒരു ആകർഷണം അവൻ്റെ മേൽ വരുന്നു. അവൻ്റെ യാത്രയിൽ അവനെ തടഞ്ഞു നിർത്തിയിട്ട് അവനോട് പറയുന്നു, മകനെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്, നീ പോകുന്ന വഴി നാശത്തിലേക്കാണ്. അവന് പാപബോധം കൊടുക്കുന്നു, കുറ്റബോധം കൊടുക്കുന്നു. അവനിൽ പാപം വസിക്കുന്നത് കൊണ്ടും അവൻ പാപം ചെയ്യുന്നത് കൊണ്ടും അവൻ പിശാചിൻ്റെ അടിമയാണെന്നുള്ള ബോധം അവന് കൊടുക്കുന്നു, അവന് സുബോധം കൊടുക്കുന്നു. എന്നാൽ സത്യം പറയട്ടെ, ഇന്ന് അനേകർക്ക് സുബോധമില്ല. ലോകമേ ശരണം, പണമേ ശരണം, ജഡീയ ഇമ്പങ്ങളെ ശരണം, ഇത് മാത്രമാണ് ലക്ഷ്യം. എത്ര കാലം ഇങ്ങനെ ജീവിക്കും പ്രിയപ്പെട്ടവരെ? കുറേ പ്രായം കഴിയുമ്പോൾ നമ്മളെ യാഥാർത്ഥ്യം മനസ്സിലാക്കും. എന്തെല്ലാം കിട്ടിയാലും ഒരു മനുഷ്യന് ഒരു പ്രയോജനവുമില്ല. അവൻ്റെ ഹൃദയം അസ്വസ്ഥമാണ്, അവൻ്റെ ഹൃദയം ഭാരപ്പെടുന്നു, അവൻ്റെ ഹൃദയം ആകുലപ്പെടുന്നു, അവൻ ടെൻഷൻ എടുക്കുന്നു, നാളെക്കുറിച്ച് അവൻ ഭാരപ്പെടുന്നു. ആകുലമുള്ള ജീവിതം അവനെക്കൊണ്ട് എങ്ങനെ ദൈവത്തിൻ്റെ വേല ചെയ്യാൻ പറ്റും? ഇതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് വേല ചെയ്യുന്ന അനേകരുണ്ട്. വേല ചെയ്യുന്ന സമയത്ത് അവർ വേലക്കാരാണ്, എന്നാൽ ആ വേല കഴിഞ്ഞ് വരുമ്പോൾ അവൻ സാധാരണ മനുഷ്യൻ, പാപം ചെയ്യുന്ന മനുഷ്യൻ, പാപത്തിൻ്റെ അടിമ നുകത്തി കിടക്കുന്ന മനുഷ്യൻ, പിശാചിനോട് യാത്ര പറഞ്ഞിട്ടും പോകാതെ നിൽക്കുന്ന ബന്ധനത്തിൽ കഴിയുന്ന മനുഷ്യൻ. എൻ്റെ പ്രിയരെ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറയുന്നതല്ല, സത്യം ഇതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ദൈവത്തിൻ്റെ വേലക്കാരനാണോ? ഒന്ന് തിരിഞ്ഞു നോക്കണമേ. നിങ്ങൾ വേല ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണയാലാണോ? നിങ്ങൾ പിശാചിൻ്റെ പ്രേരണയാലാണോ? പിശാച് ചെയ്യുന്ന ഏറ്റവും വലിയ തന്ത്രം, എന്തെല്ലാം പാപം മനുഷ്യ ജീവിതത്തിലുണ്ടെങ്കിലും സാരമില്ല, ദൈവത്തിൻ്റെ വേല ചെയ്താൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നു. പ്രിയരെ, ദൈവത്തിൻ്റെ വേല ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അത് വളരെ കൃത്യമാണ്. പിശാചിൻ്റെ ബന്ധത്തിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും ദൈവവേല ദൈവഹിതപ്രകാരം ചെയ്യാൻ പറ്റത്തില്ല, ദൈവത്തിന് പ്രസാദിക്കത്തുമില്ല. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവം വിളിക്കുന്നത് അവന് പാപബോധം കൊടുത്ത്, അവന് കുറ്റബോധം കൊടുത്തത്, അവൻ ഈ വർഷങ്ങളൊക്കെയും ആരുടെ അടിമനുഖത്തിലായിരുന്നു എന്നുള്ള ബോധം അവന് കൊടുത്ത് അവനെ ക്രൂശൻ ചൂട്ടിലേക്ക് ആകർഷിച്ചുകൊണ്ട് വരുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും അനേകർക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു വിളി മനുഷ്യൻ്റെ മേൽ വരുന്നു, ദൈവത്തിൻ്റെ ഒരു ആകർഷണം അവൻ്റെ മേൽ വരുന്നു, ദൈവം ഒരു മനുഷ്യനെ കണ്ടെത്തുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വേറെ അനേക ഉദാഹരണങ്ങളുണ്ട്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ശൗലിനെ വീണ്ടെടുക്കുമ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ അവൻ്റെ കാഴ്ചപ്പാടെല്ലാം കൊല നിശ്വസിക്കുക, കൊല ചെയ്യണം, യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവരുടെ അവരെ നശിപ്പിക്കണം, അവരെ കൊന്നുകളയണം. ഇതാണ് അവൻ്റെ ഇത്. എത്ര വലിയ ബന്ധനമുള്ള മനുഷ്യനാണ്, എത്രമാത്രം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവനാണ്. ആ മനുഷ്യനെയും ദൈവം സ്നേഹിച്ചിട്ട് അവനെ ആ ലൈറ്റ് വലിയ സൂര്യത്തെ പ്രകാശങ്ങൾ കവിയുന്ന ഒരു പ്രകാശം അവൻ്റെ അടിച്ച് നാട് റോഡിൽ അവനെ വീഴ്ചു. നീ ആരാവുന്ന കർത്താവിന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, നീ ഉദ്രവിക്കുന്ന യേശു എന്ന് പറഞ്ഞു. എത്ര മനോഹരമായൊരു മാറ്റം. അവനവിടെ വീണു, അവനവിടെ താഴെ വീണു. ആ ശക്തിക്ക് മുമ്പിൽ അവൻ താഴെ വീണു. പിന്നീടുള്ളതെല്ലാം ആത്മാവ് അവനെ നയിക്കുന്ന വഴിയാണ് കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ശൗലിൻ്റെ കാര്യം. ആ ശൗല് പിന്നീടത്തെ കാര്യമാണ്, ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ആ ശൗല് വീണു, അവൻ്റെ പഴയതെല്ലാം അവിടെ വിട്ടു, അവൻ്റെ പഴയ ശരികളോടെല്ലാം യാത്ര പറഞ്ഞു. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ് ദൈവം അവിടെ നിവർത്തിക്കുന്നു. ആ നിവർത്തി അവനെ അനുസരിച്ചു എന്നുള്ളതാണ് ഏറ്റവും മഹാഭാഗ്യം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അനേകർക്ക് മാനസാന്തരം കിട്ടുന്നുണ്ട്, അനേകർക്ക് ദൈവവിളി കിട്ടുന്നുണ്ട്, അനേകർ ആത്മാവ് ആകർഷിക്കപ്പെടുന്നുണ്ട്, അനേകർക്കൊരു കാഴ്ചപ്പാട് കിട്ടുന്നുണ്ട്. നമുക്കിന്ന് വചനം ഇഷ്ടം പോലെ ഉണ്ട്. വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഓരോരുത്തരെയും വിളിക്കുന്നത്, ആകർഷിക്കുന്നുമുണ്ട്.
ആ വചനത്തിൻ്റെ പ്രേരണ കൊണ്ട് എൻ്റെ കഴിഞ്ഞ കാലം തെറ്റായിപ്പോയി എന്ന് മനസ്സാകുന്നവരുണ്ട്. ദൈവത്തെ ദുഃഖിപ്പിച്ചു പോയാലോ എന്ന് അനുദപിക്കുന്നവരുണ്ട്, തിരിയുന്നവരുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ ഇനിയുള്ള കാലം എൻ്റെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഞാൻ ജീവിക്കാൻ തീരുമാനമെടുക്കാൻ എത്ര പേരുണ്ട്? ഒരു താൽക്കാലികമായ മാറ്റത്തിൽ എല്ലാവരും തൃപ്തിപ്പെട്ടു പോകുന്നു. പിന്നെയും പഴയ പോലെ തന്നെ ജീവിക്കുന്ന ചില പ്രകടമായ പാപത്തോടൊക്കെ യാത്ര പറയുന്നു, അവിടെ വെച്ച് നിൽക്കുന്നു. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് എന്താണ് കണ്ടത്? ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഞാനൊരു പൂർണ്ണ വിശുദ്ധനായി തീരുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിത വിശുദ്ധിയില്ലാതെ ഒരു കാര്യവും ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റില്ല. ജീവിതം വിശുദ്ധമായിരിക്കണം. ദൈവത്തിൻ്റെ സ്വന്തമായി ആ ഹൃദയം വേർതിരിക്കപ്പെടണം. ആ മനുഷ്യൻ ദൈവത്തിൻ്റെതായി തീരണം. ദൈവത്തിൻ്റെ ആത്മാവിന് സ്വാതന്ത്ര്യത്തോടെ കടന്നു വന്നിട്ട് ആ മനുഷ്യനെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ സമർപ്പണമുള്ളവനായിരിക്കണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചുകൊള്ളണം. നിങ്ങൾക്ക് മാനസാന്തരം കിട്ടിയവരാണെങ്കിലും ആ മാനസാന്തരം വളരുന്നുണ്ടോ? ആ മാനസാന്തരം ശുദ്ധീകരണത്തിലേക്ക് പോകുന്നുണ്ടോ? ആ മാനസാന്തര പ്രകാരം ജീവിതം ക്രമീകരിക്കുന്നുണ്ടോ? എന്തെല്ലാം കുഴപ്പങ്ങളുള്ളവനാണേലും ശരി, എന്തെല്ലാം കഴിഞ്ഞകാല പാപം ജീവിതത്തിൽ വന്നവനാണെങ്കിലും ശരി, അവനെ മാറാം, അവന് തിരിയാം. ഇതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതം. കഴിഞ്ഞ കാലങ്ങളെ ദൈവം നോക്കുന്നില്ല, അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. എന്താണ് ഈ മാനസാന്തരം? പഴയത് തീർന്നു, പുതിയ മനുഷ്യൻ. ഒരു ശിശുഹൃദയം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ രൂപാന്തരം അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ്റെ കാഴ്ചപ്പാട് മാറുകയാണ്. ഇത്രയും നാളും ലോകത്തിലേക്ക് നോക്കി, ഇത്രയും നാളും പാപത്തിലേക്ക് നോക്കി, ഇത്രയും നാളും പണത്തിലേക്ക് നോക്കി. എന്നാൽ ഇപ്പോൾ നോക്കുന്ന ക്രിസ്തുവില്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്കുള്ള നോട്ടം. ക്രിസ്തു എന്നെക്കുറിച്ച് എന്താണ് വിഭാവന ചെയ്യുന്നത്? ക്രിസ്തു എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്? കർത്താവെ, അനേക പാപങ്ങൾ വന്നുപോയതെന്ന് എൻ്റെ ക്രൂശിൻ ചൂട്ടിയിരുന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയാണ്. എനിക്കത് വേണ്ട. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്, ആ പാപം മാത്രം ക്ഷമിച്ചാൽ പോരല്ലോ, പാപപ്രവണതയോട് എനിക്ക് നീ മാറ്റിത്തരണം. കർത്താവ് പാപം ക്ഷമിക്കുക മാത്രമല്ല, പാപം ചെയ്യാനുള്ള ആസക്തി പോലും മാറ്റി ദൈവത്തിൻ്റെ അതേ ഭാവവും സ്വഭാവവും തരുന്നൊരു മനോഹരമായ ജീവിതം. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ഒരു മാനസാന്തരം കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കുകയില്ല. മാനസാന്തരം എന്ന് പറയുന്നത് പഴയത് തീർന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കാലത്ത് വന്നുപോയ പാപങ്ങളെല്ലാം ക്ഷമിച്ച് കിട്ടി, ശരി. ദൈവം അതിനുവേണ്ടി ആത്മാവിനെ തരികയും ചെയ്യും. ഒരു വീണ്ടും ജനനം തരും, സംശയമൊന്നുമില്ല. ഒരു പുതിയ സൃഷ്ടിയുടെ അനുഭവം തരും, സംശയമൊന്നുമില്ല. ആളത്തം മാറും, കഴിഞ്ഞ കാലങ്ങൾ മാറിക്കിട്ടും, ഒരു പുതിയ അനുഭവം കിട്ടും. ഇന്നലെ വരെ പാപം ചെയ്ത മനുഷ്യൻ ഇന്ന് പാപം ചെയ്യാൻ തോന്നുകയില്ല. അതാണ് ആദ്യ സ്നേഹം എന്ന് പറയുന്നത്. ഇന്നലെ വരെ ലോകത്തിന് പിന്നാലെ പോയി, ഇന്ന് അതിനുള്ള ദാഹം മാറി. പ്രിയപ്പെട്ടവരെ, ആൾ മാറുന്നു, കാഴ്ചപ്പാട് മാറുന്നു. അത് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ മനുഷ്യനെ അവൻ്റെ അവസ്ഥ വ്യക്തമായിട്ട് അവന് മനസ്സിലാക്കി കൊടുക്കും. എൻ്റെ കഴിഞ്ഞകാല ജീവിതം ശരിയല്ല, എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു ഞാൻ ഇതുവരെ കഴിച്ചത്. എന്നാൽ ഇനി ഞാൻ അങ്ങനെയല്ല, എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം വേർതിരിക്കും. അനേകർ തീരുമാനമൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള യാത്രയിൽ അവർ വീണ്ടും പഴയതിലേക്ക് മടങ്ങിപ്പോകുന്ന കാഴ്ചയാണ്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കനാൻ ദേശത്ത് വന്നപ്പോഴും എപ്പോഴും യഹോവ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകരുത്, നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുത്. എന്താണ് പ്രിയരെ? പഴയ ജീവിതത്തിലേക്ക് പോകരുത്, പഴയ കാര്യത്തിലേക്ക് നിങ്ങൾ ചിന്തയിലേക്ക് കടന്നു വരരുത്, പഴയത് നിങ്ങൾക്ക് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകർ പിന്മാറ്റത്തിലേക്ക് പോവുകയാണ്, ഇന്ന് അനേകർ പുറകോട്ട് തിരിഞ്ഞു നോക്കുകയാണ്, ഇന്ന് അനേകർ ഉപ്പുതൂണായി നിൽക്കുകയാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടില്ല. ആത്മാവ് മാറിപ്പോയിട്ട് എത്രയോ കാലമായി അനേകർ ചിന്തിക്കുന്നില്ല. ആത്മാവുണ്ടോ ഇല്ലയോ അറിയാൻ പാടില്ല. തകർന്ന ഹൃദയം നഷ്ടപ്പെട്ടോ അത് ചിന്തിക്കുന്നില്ല. ദൈവസാന്നിധ്യമുണ്ടോ അത് ഓർക്കുന്നില്ല. ഇങ്ങനെ നഷ്ടപ്പെട്ടവരായി ഭൂമിയിലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും ദൈവത്തിൻ്റെ പിന്നാലെ പോകുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്ന അനേകരുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നിങ്ങൾ ചതിക്കപ്പെട്ടു പോകരുത്. പിശാചിൻ്റെ ചതിയാണ്. പ്രകടമായ പാപമൊക്കെ വിട്ട് കുഴപ്പമൊന്നുമില്ല, ആന്തരികമായ ചില പാപങ്ങളൊക്കെ ഉണ്ട്, സാരമില്ലെന്ന് പറയുന്ന ഒരു ശബ്ദം നിങ്ങൾ നിരന്തരം കേൾക്കുകയാണ്. ഇല്ല പ്രിയരെ, അവിടെ പിശാച് നിങ്ങളിൽ കൊടുകുത്തി വാഴുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പാപം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് ഇടിച്ചിറങ്ങിയതാണ് ഒരിക്കൽ, ശരിയാണ്. അന്ന് മാനസാന്തരം ഉണ്ടായിരുന്നു, അന്ന് കണ്ണുനീരുണ്ടായിരുന്നു, അന്ന് മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവസാന്നിധ്യം കിട്ടുമായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ ദൈവം കേൾക്കുന്നെന്നുള്ള ബോധമുണ്ടായിരുന്നു, ദൈവം എനിക്ക് മതിയെന്നല്ല ഉറച്ച തീരുമാനം എടുത്തവരായിരുന്നു.
എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്നെങ്ങനെയുണ്ട്? ദൈവത്തിന് സ്തോത്രം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് എന്താണ് എൻ്റെ കാരണം എന്നറിയാമോ? ഇന്ന് അനേകർ പിന്മാറുന്നതിൻ്റെ കാര്യം എന്നറിയാമോ? വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനുകറപ്പത്തിലേക്കും നോക്കിക്കൊണ്ട് എൻ്റെ ആളത്വം എന്താണ്, അതിന് ക്രിസ്തു കൊടുത്ത വില എന്താണെന്ന് നാം അറിയുന്നില്ല. അനേകർ എന്നെ വീണ്ടെടുക്കാൻ പിതാവായ ദൈവം കൊടുത്ത വില എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ്? എൻ്റെ പാപം ചുമക്കാൻ, എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ എന്നെക്കൊണ്ട് സാധ്യമല്ല, ഒരു കാരണവശാലും സാധ്യമല്ല. അത് ചുമക്കാൻ ഒരു ദൈവിക കുഞ്ഞാട് ഭൂമിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. ആ കുഞ്ഞാട് എനിക്ക് വേണ്ടി പാപം ചുമന്നു. ഞാൻ അറിയാതിരിക്കുമ്പോൾ, ഞാൻ ജനിക്കാതിരിക്കുമ്പോൾ തന്നെ 2000 കൊല്ലത്തിന് മുമ്പ് എൻ്റെ പാപം ചുമന്നതിനാണ് ക്രിസ്തു എൻ്റെ പാപത്തിനോട് പരിഹാരം വരുത്തി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ഒരു സമയം വന്നപ്പോൾ എന്നെ ദൈവം കണ്ടുമുട്ടി. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഈ ദൈവം എന്നെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, മകനെ, നീ നശിക്കേണ്ട, നീ നിത്യന്യായവിധിയിലേക്ക് പോകണ്ട, നരകത്തിലേക്ക് പോകണ്ട. നിൻ്റെ മേൽ ബാധിച്ചിരിക്കുന്ന ബാധയുടെ ആഴമെന്തെന്ന് നീ അറിയണം. നിന്നെ ഗ്രസിച്ചിരിക്കുന്ന പിശാച് എത്ര ഭയാനകനുള്ളവനാണെന്ന് നീ മനസ്സിലാക്കണം. നിന്നെ നരകത്തിലേക്ക് പോവുകയാണെന്ന് നിനക്ക് തന്നെ മനസ്സിലാവില്ലയോ? എൻ്റെ വചനം അനുസരിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? എന്നെ നിനക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കുന്നുണ്ടോ? നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നിനക്കൊരു തകർന്ന ഹൃദയമുണ്ടോ? ഒന്നുമില്ല. ഞാൻ മൗനമായി നിന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ നിന്നെ മാറ്റാൻ ഞാനിതാ ഇറങ്ങി വന്നിരിക്കുകയാണ്. നീ ഒരു കാര്യം ചെയ്താൽ മാത്രം, ഞാൻ പറയും നീ കേട്ടാൽ മാത്രം മതി. നിൻ്റെ കഴിഞ്ഞ കാലം ഞാൻ ക്ഷമിച്ചു തരാം, ഞാൻ കഴുകിത്തരാം. നീ ഒരു കാര്യം ഓർക്കണം. നിൻ്റെ വീട്ടിൽ 5 പേരുണ്ടായിരുന്നിട്ടും നിന്നെ മാത്രം ഞാൻ വിളിച്ച് എന്തിനാണ് നീ ഓർക്കണം. അവർ നിന്നേക്കാൾ മോശക്കാരായിട്ടല്ല, ഒരുപക്ഷെ എന്നേക്കാൾ നല്ലവരാണ് എൻ്റെ സഹോദരന്മാരെല്ലാം. എൻ്റെ കൂട്ടുകാരിൽ പരമായി എന്നെ സ്നേഹിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ച് കോടാനുകോടി പാപങ്ങൾ എനിക്ക് ക്ഷമിച്ചു തന്നു. പ്രിയപ്പെട്ടവരെ, ആർക്ക് ക്ഷമിക്കാൻ പറ്റും? ആ സമാധാനം ഞാൻ ഇന്നും അനുഭവിക്കുന്നുണ്ട്. എന്തോ ഒരു വലിയ ബന്ധനമാണ് അഴിഞ്ഞു പോയത്, എന്തോ ഒരു വലിയ കെട്ടാണ് മാറിപ്പോയത്. പിതാക്കന്മാരുടെ ശാപം എൻ്റെ മേലുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ അന്ധനായി പോയൊരു കാലം എനിക്കറിയാം. ഞാൻ പാപത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവനായി തീർന്നൊരു കാലം എനിക്കറിയാം. എൻ്റെ ചിന്തകളെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നില്ല, എൻ്റെ നോട്ടം എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നില്ല, എൻ്റെ സംസാരം എനിക്ക് മാർദ്ദവമാക്കാൻ പറ്റുമായിരുന്നില്ല, എനിക്ക് വചനമനുസരിക്കാനേ സാധിച്ചിരുന്നില്ല. എനിക്ക് തന്നെ അറിയാം ഞാൻ നരകത്തിലേ പോവുകയുള്ളെന്ന്. നിരാശ വന്ന് എന്നെ മൂടിയിട്ടുണ്ടായിരുന്നു. എന്ത് ജീവിതം! കുറേ നാളിങ്ങനെ ജീവിക്കാമെന്നല്ലാതെ എന്ത് പ്രയോജനം ചിന്തിച്ചൊരു കാലമുണ്ട്. എനിക്ക് യേശു ക്രിസ്തുവിനെ അറിയില്ലായിരുന്നു, എനിക്ക് പാപക്ഷമയെ അറിയില്ലായിരുന്നു, എനിക്ക് മാനസാന്തരം അറിയില്ലായിരുന്നു, എനിക്ക് സ്വർഗരാജ്യത്തിലൊരു അനുഭവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഭൂമി ജീവിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ്റെ കരമെന്ന് എന്നെ തൊടുവെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുമെന്നൊരു കാര്യം എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ ദൈവം അതെല്ലാം ക്ഷമിച്ചു തന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വർഷം തോറുമായി എൻ്റെ ദൈവനെ കരം പിടിച്ച് നടത്തുകയാണ്. എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഈ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം. വേറെ ഒന്നിനും എനിക്ക് കഴിവില്ല. സ്നേഹിക്കാൻ ആരുടെയും ഒത്താശ ഒന്നും വേണ്ടല്ലോ. മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ് സ്നേഹിക്കുക എന്നുള്ളത്. ഈ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണം. വൻകാര്യം എനിക്ക് ചെയ്തു തന്നു. അവൻ്റെ ജീവൻ പോലും കളഞ്ഞനെ സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹത്തെ എനിക്കൊന്ന് സ്നേഹിക്കണമെന്നൊരാഗ്രഹം എനിക്ക് ദൈവം തന്നു. പ്രിയരെ, അത് കെടാതെ ഞാൻ കൊണ്ടു നടന്നു. സ്തോത്രം. ഈ ദൈവം എത്ര വലിയവനാണ്, അവൻ എത്ര വിശുദ്ധനാണ്. കർത്താവേ, അവൻ്റെ മുമ്പിൽ നെടുമ്പാട് വീണ് കടക്കാനല്ലാതെ എനിക്കൊന്നും കഴിയുമായിരുന്നില്ല. എൻ്റെ ബന്ധനങ്ങൾ വലുതായിരുന്നു, എൻ്റെ ശാപങ്ങൾ വലുതായിരുന്നു. എല്ലാം അവൻ മുറിച്ച് തന്നു. മകനെ, നീ പേടിക്കണ്ട. നിൻ്റെ ബന്ധനം വലുതാണെങ്കിലും, നിൻ്റെ കഴിഞ്ഞ കാലം വലുതാണെങ്കിലും, മോശമാണെങ്കിലും ഞാനതെല്ലാം കഴുകിത്തരാം. ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാം. ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഞാൻ നിൻ്റെ കരം പിടിച്ച് വഴി നടത്താം. നിന്നെ നിത്യതയോളം ഞാൻ കൊണ്ടുവരാം. സ്വർഗരാജ്യം ഞാൻ നിനക്ക് തരാം. മകനെ, നീ പേടിക്കണ്ട. നിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കണ്ട. നീ എന്നോട് പറ്റിച്ചേർന്ന് നിന്നാൽ മാത്രം മതി. ഇതെൻ്റെ ഏറ്റവും വലിയൊരു സമാധാനമായിരുന്നു. എൻ്റെ ദൈവം എന്നോടുള്ള വിരോധം മാറി. എൻ്റെ ദൈവം എനിക്ക് സമീപസ്ഥനായി വരാൻ തുടങ്ങി. കർത്താവേ, ഞാൻ അവനോടൊരു കാര്യം പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ പഴയ ജീവിതത്തിലേക്ക് പോവുകയില്ല. എനിക്ക് നീ മതി, നിൻ്റെ സ്നേഹം മതി, നിൻ്റെ കൃപ മതി, നിൻ്റെ ആത്മാവ് മതി, നിൻ്റെ സാന്നിധ്യം മതി. സ്തോത്രം. നിൻ്റെ വചനം എനിക്ക് പ്രിയങ്കരമായി തീർന്നാൽ മാത്രം മതി. പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനത്തെ ഒരു മാറ്റമുണ്ട്. ഇതാണ് ശുദ്ധീകരണത്തിൻ്റെ വഴിയെന്ന് പറയുന്നത്. ദൈവം പ്രസാദിക്കണമെങ്കിൽ ഒരു മാനസാന്തരം കൊണ്ട് ദൈവം പ്രസാദിക്കുകയില്ല, ഒരു തീരുമാനം കൊണ്ട് ദൈവം പ്രസാദിക്കുകയില്ല. ഒരു ജീവിതകാലം മുഴുവനും ശുദ്ധീകരണത്തിന് വേണ്ടി വേർതിരിക്കുകയാണ്. കർത്താവേ, എന്നെ കഴുകണമേ, നിൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ പകരണമേ. ഞാൻ നിൻ്റെ അടിമയായി നിന്നുകൊള്ളാം. എനിക്ക് വേറെ ഒന്നും വേണ്ട. നീ മാത്രം, നിൻ്റെ സാന്നിധ്യം മാത്രം.
നിൻ്റെ കരം എൻ്റെ തലമേൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ സാന്നിധ്യം എന്നെ വിട്ട് മാറിപ്പോകല്ലേ. ഞാൻ അനേകരെ പോലെ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അനേക പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പ്രശ്നമൊന്നും ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തെല്ലാം പ്രശ്നം വന്നാലും ആ കാൽപാത്തി കൊണ്ടുവന്ന് വെച്ചിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പ്രശ്നമില്ലാത്തവനായി ഞാൻ മടങ്ങി പോവുകയാണ് എൻ്റെ സ്വഭാവം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്ക് പറ്റും? പ്രിയരെ, എല്ലാം അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് സമാധാനത്തോടെ ജീവിക്കാം. സ്തോത്രം. ദൈവമുള്ളവനായി, ദൈവത്തെ കാണുന്നവനായി, ദൈവത്തിൻ്റെ കരം പിടിച്ച് ഉണർന്ന് ഈ ഭൂമി ജീവിക്കാൻ പറ്റും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, സുന്ദരമായൊരു ജീവിതം നമുക്കുണ്ടായിട്ട് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മൾ ഏത് കൂട്ടായ്മയിലാണ്, ഇതൊന്നുമല്ല വിഷയം. എത്ര പ്രായമുണ്ട്, അതൊന്നുമല്ല വിഷയം. എന്തെല്ലാം കഴിഞ്ഞ കാലങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇതൊന്നുമല്ല വിഷയം. സഹോദര, ദൈവസേനയിൽ വീണ് കിടക്കാൻ നിനക്ക് മനസ്സാണോ? നിൻ്റെ കഴിഞ്ഞ കാലങ്ങൾ മാറിക്കിട്ടാൻ, ബന്ധനങ്ങൾ അഴിഞ്ഞു കിട്ടുവാൻ, ശാപങ്ങൾ മാറിക്കിട്ടുവാൻ, ആളത്തം മാറിക്കിട്ടുവാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതം നിനക്കുണ്ടോ? സഹോദരാ, ചിന്തിച്ച് നോക്കണമേ. ജീവിതം പാഴാക്കി കളയല്ലേ. രണ്ടാമത്തെ കാര്യം നമുക്കാണ് ലോകം വലിയൊരു പ്രശ്നമാണ്. യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. എന്ത് കൃത്യമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. ലോകത്തിലേക്ക് നിൻ്റെ ശ്രദ്ധ മാറിയാൽ, ലോകത്തിലേക്ക് നിൻ്റെ കാഴ്ചപ്പാട് മാറിയാൽ, ലോകത്തിലെ പലതും സമ്പാദിക്കണം നിൻ്റെ ഉള്ളിൽ ആഗ്രഹം വന്നാൽ പിതാവിൻ്റെ സ്നേഹം നിന്നിൽ കാണില്ലെന്നാണ് പറഞ്ഞ് ഇതിക്കുള്ളിൽ എത്ര കൃത്യമായിട്ടാണ് വേദപുസ്തകം പറയുന്നത്. അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. പോകും, അതിൻ്റെ മോഹങ്ങൾ ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനെ നേക്കിയിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞറിഞ്ഞുകൊണ്ട് അതെനിക്ക് ചെയ്താൽ മതിയെന്ന് എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹം വന്നാൽ സ്വർഗം നിൻ്റെ പിന്നാലെ വന്നു തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. ലോകത്തെ ചപ്പെന്നും ചവറെന്നും കാണാൻ പറ്റുമോ? ലോകം എനിക്ക് വേണ്ടാന്ന് പറയാൻ നിൻ്റെ സ്വന്തം നാവ് തയ്യാറാകുമോ? എനിക്കെൻ്റെ യേശു മതി എന്ന് പറയാൻ നിൻ്റെ ഉള്ളം കൊതിക്കുമോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എല്ലാം ലോകത്തിൻ്റെതാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ കണ്ണ് എങ്ങനെയുണ്ട് പ്രിയപ്പെട്ടവരെ? ശ്രദ്ധിച്ച്. കണ്ണ് വേണ്ടാത്തടത്തേക്ക് പോകുന്നുണ്ടോ? ഈ കണ്ണിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നൊരവസ്ഥയുണ്ട് കേട്ടോ. കണ്ണ് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് ദൈവം ചോദിക്കുന്നത്. നിൻ്റെ കണ്ണ്, നിൻ്റെ ജഡം, നിൻ്റെ പഴയ മനുഷ്യൻ അത് മാറ്റിത്തരാമെന്നാണ് പറയുന്നത്. ആത്മാവ് ഇടിച്ചങ്ങോട്ട് ഇറങ്ങിയാൽ നിൻ്റെ പഴയ സ്വഭാവം എല്ലാം മാറിക്കിട്ടും. നീ ഒരു ആത്മീയനായി മാറിക്കിട്ടും. അങ്ങനെ ദൈവത്തിന് നിന്നെ വിശ്വാസമുണ്ടോ? എൻ്റെ ആത്മാവിനെ നിൻ്റെ മേൽ അയച്ചു തന്നാൽ നീ അത് പവിത്രമായും പാവനമായും കെടുത്തിക്കളയാതെ കൊണ്ടു നടക്കും. ദൈവത്തിന് ഉറപ്പുള്ളപ്പോൾ ഈ ആത്മാവ് ഇടിച്ചിറങ്ങി വരും. ഈ ആത്മാവിനെ കിട്ടുന്നില്ലെന്ന് അനേകർ പരാതി പറയാറുണ്ട്. പ്രിയരെ, വളരെ ലളിതമാണ്. ദൈവത്തിനൊരു വിശ്വാസം വരണം എന്നെക്കുറിച്ച്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാളുകൾ ദൈവത്തെ ദുഃഖിപ്പിച്ച് നടന്ന മനുഷ്യനാണ്. ഇന്ന് അനേകർ പറയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ ശരിയാകുന്നില്ല, അശുദ്ധിയുടെ വ്യാപാരം എനിക്ക് പറയുന്നു. എൻ്റെ പൊന്നു സഹോദര, വർഷങ്ങൾ നീ അശുദ്ധിയിൽ രസിച്ച് നടന്നവനാണ്. അന്ന് ദൈവം ഇരുന്ന് കരയുകയായിരുന്നു. ദൈവത്തിൻ്റെ കരച്ചിൽ മാറ്റാൻ നിനക്കിന്ന് കഴിയുമോ? നിൻ്റെ അശുദ്ധിയിൽ നിന്ന് മാറിപ്പോകും. എത്ര പ്രായമായാലും അശുദ്ധി മാറുകയില്ല കേട്ടോ. നീ പഴയ കാലത്ത്, നിൻ്റെ ആയ കാലത്ത് ദൈവത്തെ ദുഃഖിപ്പിച്ച് നടന്നൊരു കാലം നിനക്കുണ്ടായിരുന്നു. അശുദ്ധിയിൽ രസിച്ചൊരു കാലമുണ്ടായിരുന്നു. അന്ന് ദൈവം ഇരുന്ന് കരച്ചിലായിരുന്നു. ആ കരച്ചിൽ മാറ്റാൻ ഇന്ന് നിനക്ക് കഴിയുമോ? കർത്താവേ, എനിക്ക് മണ്ടത്തനം പറ്റിപ്പോയി, പിശാചിൻ്റെ അടിമ നോക്കി ഞാൻ ആയിപ്പോയി, ഞാൻ സുബോധമില്ലാതെ ഞാൻ അങ്ങ് ചെയ്തു പോയി, ഇനി ഒരു കാലത്ത് അങ്ങനെ സംഭവിക്കില്ല കർത്താവേ, എൻ്റെ ഉള്ളത്തിൽ നീ ദുരാത്മാവിനെ ആട്ടി പുറത്താക്കണമേ എന്ന് കരഞ്ഞാൽ കേൾക്കുന്നവനല്ലേ യേശു ക്രിസ്തു. ആത്മാവ് തീജ്വാല പോലെ ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ശുദ്ധീകരണമെന്ന് പറയുന്നത്. ഓരോ ബന്ധനങ്ങളും അഴിച്ചു കളയുകയാണ്. വേണ്ട 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 എന്ന് പറയുകയാണ്. എനിക്ക് യേശു മതി, യേശു മതി, യേശു മതി എന്ന് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് ലേഖനത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, വ്യഭിചാരികളായുള്ളവരവേ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിലേക്ക് നിൻ്റെ ഹൃദയം പോയാൽ ദൈവം നിന്നെ കാണുന്ന വ്യഭിചാരിണി എന്നാണ്. ദൈവമായിട്ട് ബന്ധമില്ല, അന്യ സ്ത്രീയുടെ പുറകെ പോകുന്നെന്ന് പറഞ്ഞ പോലെ ദൈവത്തെ വിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ലോകത്തിൻ്റെ ആത്മാവാണ് നിൻ്റെ മേൽ വരുന്നത്. പണത്തിൻ്റെ ആത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ്, എല്ലാ വേണ്ടാതിനും നിൻ്റെ മേലേക്ക് ഇറങ്ങി വരും. ഒരു കാലത്ത് നിനക്ക് തലപൊക്കാൻ പറ്റുകയില്ല. എന്നാൽ സുന്ദരമായൊരു ജീവിതമുണ്ട്. ദൈവത്തിന് കീഴ്പ്പെടുക മകനെ, അവൻ്റെ സന്നിധിയിലേക്ക് വരിക. ഈ ജഡം ഗലാത്യ ലേഖനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിന് 19-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, തൊന്നപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, എല്ലാ പാപത്തിനും ലിസ്റ്റ് അവിടെ ഉണ്ട് സഹോദര. ഒന്ന് തിരിഞ്ഞു നോക്കണമേ, ഇത് വല്ലതും ഉണ്ടോ? ഒന്ന് മാത്രം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് അവിടെ. ഒന്ന് മാത്രമായിട്ട് മാറിയില്ല. മാറിയാൽ എല്ലാം കൂടെ മാറും. ഏതെങ്കിലും ഒന്നുണ്ടോ നീ സൗര നീ മനസ്സിലാക്കുക, എല്ലാം അവിടെയുണ്ട്. ഇത് നിൻ്റെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നീ ആത്മീയനാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ദൈവം നിന്നെ
പിശാചിൻ്റെ ഉടയനായിട്ടാണ് എന്നെ കാണുന്നത്. സഹോദരാ, നീ മനസ്സിലാക്കണം, നിൻ്റെ ജീവിതത്തിലെ ശോധന ചെയ്ത് നോക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിനക്ക് കഴിയുകയില്ല. സ്വയം, പിന്നത്തെ ഒരു കാര്യമാണ് ഏറ്റവും വലിയ സ്വയം. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഞാനെന്നുള്ള ഭാവം, എൻ്റെ ആത്മീയം, എൻ്റെ ശരി, എൻ്റേത്. കർത്താവ് പറഞ്ഞു, ഒരുത്തൻ്റെ പിന്നാലെ വരാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കപ്പെട്ട് എല്ലാം വിട്ടുപിരിഞ്ഞുള്ള ഒരു ജീവിതമാണ്. യേശുവിന് പിന്നാലെ പോകാൻ തീരുമാനിച്ചാൽ, യേശുവിനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിച്ചാൽ, പിന്നെ ഇവിടെ ലോകത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റും വരാൻ പാടില്ല. ഒരു ചരട് പോലും നിന്നെ പുറകോട്ട് വലിക്കാൻ പാടില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു വിഷയം നിൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ ഭാരം വരാൻ പാടില്ല, ഒരാകുലം വരാൻ പാടില്ല, ടെൻഷൻ എന്തെല്ലാം പ്രശ്നമാണെന്നിരിക്കട്ടെ, ആ പ്രശ്നം ക്രൂശൻ ചൂട്ടിക്കൊണ്ടുവെക്കാൻ മാത്രമേ നിനക്ക് അനുവാദമുള്ളൂ. നീ ഭാരപ്പെടാൻ പാടില്ല. ദൈവം നിന്നെ നോക്കി സന്തോഷിക്കുകയില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിനക്ക് കഴിയുകയുമില്ല. ഞാൻ പറഞ്ഞു വന്നല്ലോ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന് മാനസാന്തരം കിട്ടി. അപ്പോസ്തലൻ എന്ത് ചെയ്തു? അറേബ്യൻ മരുഭൂമിയിൽ പോയിരുന്ന് ഈ ദൈവത്തെ കണ്ടെത്താൻ കാത്തിരുന്നു. എന്നെ വിളിച്ച ദൈവത്തെ കണ്ടെത്താൻ കാത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലന് ആത്മനിറവ് ലഭിച്ചു. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. ഏലിശാ പ്രവാചകൻ തുറപ്പ് വന്ന് വീണു. അവനെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി അവനെ ഇരട്ടി പങ്കിന് വേണ്ടി കാത്തിരുന്നു. അതും കിട്ടി. അസാധ്യമായ ഒരു കാര്യവുമില്ല. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കാത്തിരിക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.